ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ്. ദീപ്തി പറഞ്ഞൊരു ചേച്ചി ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല, കാരണം കുറേ പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കേണ്ട, ഒന്ന് വേഗമൊന്നും ഉള്ള കാര്യം ചുരുക്കി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് അധികം നീട്ടി വലിക്കുന്നില്ല. അവരിൻ്റെ അഭിപ്രായം മാനിച്ച് ഞാനെല്ലാം ഇനി ചുരുക്കത്തിൽ പറയാനാണ്. അപ്പൊ നമുക്ക് എന്താ ഡീറ്റെയിൽസ് ആയി കാണാം. ആദ്യം കമന്റ് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ കമന്റ്? ഇതാണ് കമന്റ്. അപ്പോൾ കുട്ടികൾ അനുസരണയായി വളരാൻ പറഞ്ഞാൽ കേൾക്കാൻ എന്താണ് മന്ത്രം എന്നാണ് ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ കുട്ടികളെ അനുസരണയോട് വളരാൻ വേണ്ടിയിട്ട് യാതൊരു മന്ത്രവും നമ്പേഴ്സും ഒന്നുമില്ല. അത് നമ്മ വളർത്തണ പോലെയായിരിക്കും. നമ്മുടെ സിറ്റുവേഷൻസ്, അതായത് വീട്ടുകാരുമായിട്ട് ഇടപഴകൽ, അതേപോലെ തന്നെ ഫോണ്, കുട്ടികളെ കെയർ ചെയ്യുന്ന പോലെയായിരിക്കും. അച്ഛനും അമ്മയും എങ്ങനെ ആ കുട്ടികളെ നോക്കുന്നു അതുപോലെ ഇരിക്കും കുട്ടികളുടെ ഓരോരുത്തരുടെ സ്വഭാവം. എല്ലാ സ്വഭാവവും ഞാൻ അച്ഛനും അമ്മമാരിന് പറയില്ല. കുറച്ചൊക്കെ അച്ഛനും അമ്മയും വീട്ടിലെ ഫാമിലിയുടെ ആ ബാക്ക്ഗ്രൗണ്ട് പോലെ ഇരിക്കും മക്കള് വളർന്നു വരുന്നത്. അല്ലാതെ അവർക്ക് വേണ്ടി യാതൊരു പ്രത്യേകിച്ചൊരു അവർ നേടിയാവാൻ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ഗുണത്തിന് അങ്ങനെ ഒരു മന്ത്രമോ നമ്പറോ ഒന്നുമില്ല. അപ്പം അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കുട്ടികളെ വാശി കാണിക്കും, എല്ലാം ചെയ്യും. പ്രത്യേകിച്ച് ഒന്നാമത് കുട്ടികളെ ഒറ്റയ്ക്ക് ഇരുത്താതെ സൂക്ഷിക്കുക. അതാണ് മെയിനായി ചെയ്യേണ്ടത്. അവരിൻ്റെ ഒപ്പം അച്ഛൻ ആരായാലും ശരി, മാതാപിതാക്കൾ കുറച്ച് നേരം ഇടപഴകുക, കളിക്കുക, ചിരിക്കുക. അതുപോലെ തന്നെ ഫോണ് കൊടുത്ത് ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് ഒരിക്കലും ഇരുത്തരുത്. ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാത്ത കുട്ടികളില്ല, എല്ലാവരും കാണും. പക്ഷെ ആ കാണുന്ന സമയം അടുത്ത് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ അത് മാതാപിതാക്കളെ അടുത്തിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം അവർ ഫോൺ തെറ്റായ രീതിയിൽ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ അത് കൊടുത്ത് ജോലി എന്തെങ്കിലും നോക്കും, പക്ഷെ അവരെന്താ നോക്കുന്നത്, എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്ക്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഒന്നാമതൊരു കാര്യം പറയാം, മാതാപിതാക്കൾ അച്ഛനും അമ്മമാരും കുട്ടികളുടെ മുന്നിൽ വെക്കിടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അവരത് കണ്ടിട്ടാണ് വളരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അച്ഛനും അമ്മയോട് അവൻ്റെ മുന്നിൽ വെച്ച് മോശമായ രീതിയിൽ ഒരിക്കലും പെരുമാറരുത്. മോശമായ രീതിയിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനായിക്കോട്ടെ, ആരായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അത് സ്വന്തം അമ്മയോ ഹസ്ബൻഡിൻ്റെ ആൻ്റെ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ മുന്നിൽ, കുട്ടികളുടെ മുന്നിൽ എത്ര ദേഷ്യം അവരിനോടുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഒരിക്കലും മോശമായ രീതിയിൽ സംസാരിക്കരുത്. മാന്യമായി സംസാരിക്കുക. കാരണം അത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ സപ്പോസ് വയസ്സായാൽ നമ്മുടെ അടുത്ത് ചോദിക്കും, അച്ഛനോടും അച്ഛമ്മയോടും അല്ലെങ്കിൽ അമ്മമ്മയോടും അപ്പാപ്പനോടും അമ്മ എങ്ങനെയല്ലേ പെരുമാറിയത് എന്ന് അവസാനം നമുക്ക് ആ ഒരു ചോദ്യം കേൾക്കാൻ ഇടവരരുത്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് എപ്പോഴും പിണങ്ങാതിരിക്കുക. നല്ല സൗമ്യമായിട്ടാണെങ്കിലും സംസാരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അവിടെ വയസ്സായവരുണ്ടെങ്കിൽ അവരോട് മാറ്റി നിർത്തരുത്. കാരണം അത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പം പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല, കാരണം 2-3 പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. ഇന്നൊരു കാര്യം, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന മാതാപിതാക്കൾക്ക് അവന്റെ സ്വഭാവ ഗുണത്തിനും അതേപോലെ ആരോഗ്യത്തിനും തെറ്റായ രീതിയിൽ നടക്കാതിരിക്കാനും അങ്ങനെ ചില കാര്യത്തിനൊക്കെ ആ മാതാപിതാക്കൾക്ക്, അമ്മമാർക്കായാലും ശരി അച്ഛന്മാർക്കായാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞാനത് ഡീറ്റെയിൽസ് ആയി പറയാം. എങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. മന്ത്രമാണ്, ഒരു മന്ത്രം, ഗുരുവായൂരപ്പൻ്റെ മന്ത്രമാണ്, കൃഷ്ണന്റെ. അപ്പോൾ അത് ജപിക്കുന്നത് കൊണ്ട്, ജപിക്കുകയോ എഴുതുകയോ എന്ത് വേണേലും ചെയ്യാം. അപ്പം ഞാൻ ആ മന്ത്രം ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഓം ദേവികി സുധാ ഗോവിന്ദ വാസുദേവ ജഗദ്പദേ ദേഹി മേ തനയം കൃഷ്ണാത്യാമഹം ശരണം ഗദാ. അപ്പോൾ ഇതാണ് മന്ത്രം. ആ മന്ത്രം
അപ്പം ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഒന്ന് ആദ്യം തന്നെ പറഞ്ഞു തരാം. ദേവകി പുത്രനും പ്രപഞ്ചനാഥനും വാസുദേവനും ഗോവിന്ദനുമായ ഹേ കൃഷ്ണ, നീ എനിക്കൊരു പുത്രനോ പുത്രിയോ നൽകിയാലും, അല്ലെങ്കിൽ ആ പുത്രനും പുത്രിയും ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവ ഗുണം, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതെല്ലാം നല്ല രീതിക്ക് നല്ല സ്വഭാവമായി മാറ്റി തന്നാലും കൃഷ്ണ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എങ്ങനെയാണ് ഈ മന്ത്രം ഫലിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നില്ലെങ്കിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കുകയോ എഴുതുകയോ ചെയ്യേണ്ടത്. ഇത് രണ്ടും ചെയ്യുന്നത് ഉത്തമമാണ്. അപ്പോൾ കുട്ടികൾക്ക് പറയാൻ അറിയണമെങ്കിൽ കുട്ടികളുടെ അടുത്ത് കുട്ടികളായതുകൊണ്ട് 3 തവണ ഈ മന്ത്രം ജപിച്ചാൽ മതി. അതല്ല കുട്ടികൾക്ക് വേണ്ടി അമ്മമാരാണ് ചെയ്യുന്നതെങ്കിൽ ഇത് 11 തവണ നമ്മൾ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ 11 തവണ നമ്മൾ ഈ മന്ത്രം പറയണം. അതല്ല നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ 11 തവണ ഈ മന്ത്രം വൈകുന്നേരം, രാവിലെ ആണെങ്കിൽ അത് രാവിലെ, അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ വിളക്ക് വെച്ചതിന് ശേഷം നമ്മൾ കൃഷ്ണനെ നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം മക്കളുടെ എന്താണോ നമ്മൾ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്ത് സ്വഭാവമാണോ അല്ലെങ്കിൽ പഠിപ്പാണോ എന്താണോ അത് ആ ആഗ്രഹം നന്നായി ശാന്തമായി മനസ്സിൽ തന്നെ ഉണ്ടാവണം. അത് വിചാരിച്ച് ആ ആഗ്രഹം വിചാരിച്ച് മക്കളുടെ ഭാവിയാണെങ്കിൽ ഭാവി, അല്ലെങ്കിൽ അസുഖമുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് മാറണം, അങ്ങനെ എന്താണോ ആഗ്രഹം അത് മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നന്നായി മനസ്സൊരുക്കി ശാന്തമായി കൃഷ്ണനെ വിചാരിച്ചതിന് ശേഷം ആ ആഗ്രഹം മനസ്സിൽ തന്നെ വേണം 11 പ്രാവശ്യം ഈ മന്ത്രം നമ്മൾ ഒരു നോട്ട്ബുക്കിലോട്ട് നല്ല വൃത്തിയുള്ള 11 തവണ എഴുതുക. വേറെ ഒരു ചിന്തയും പാടില്ല. ഇത് എഴുതിയതിന് ശേഷം 11 തവണ 41 ദിവസം എഴുതണം. 41 ദിവസം ഈ 11 തവണ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിന് കുറച്ച് മാറ്റവും, അതേപോലെ പഠിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുകയെല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ നീട്ടി വലിക്കുന്നില്ല. അപ്പോൾ 11 തവണ അതേപോലെ 41 ദിവസം നമ്മൾ വിശ്വാസത്തോടെ ഈ മന്ത്രം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ എഴുതുകയാണെങ്കിലോ ജപിക്കുകയാണെങ്കിലോ നമ്മുടെ കുട്ടികളുടെ കുറച്ച് സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഹരേ നാരായണ ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.